ആ കൊണ്ടാ. എന്താ രാജിത്? അല്ല, അലക്കി തീർന്നത് നോക്കിയതാ. നോക്കിക്കോ, ഇനി തുണിയൊന്നും ഞാൻ അലക്കി തരില്ല. വേണ്ട, ഈ ഒറ്റൊന്നല്ലേ ഉള്ളൂ, അത് ഞാൻ തന്നെ അലക്കിക്കോളാം. ഓ, അയ്യേ, ഈ രാജെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒരു നാണമില്ല. ഗതികേട് വന്നാ പിന്നെ നാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊന്ന് കൊണ്ടുപോയി വിരിച്ചിട്ട്. ഇതൊന്ന് വിരിച്ചിട്ട് വാ. എന്നെ കൊണ്ടൊക്കില്ല. എന്നാ വേണ്ട, ഞാൻ തന്നെ വിരിച്ചിട്ട് വരാം. ലിസി പ്ലീസ്. ടോമി എന്താ കൊച്ചുകുട്ടിയാണോ കൈക്ക് പിടിച്ച് കയറ്റാൻ? ഞാൻ ഈ കാർഡ് കാണുന്ന ആദ്യമായിട്ടാ, അതുകൊണ്ടാ. എടി ലിസി, നീ എന്തിനാ ഈ ടോമിയെ എപ്പോഴും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഓ, നിന്റെ ഒരു ഫീലിംഗ്. എന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? നീ കിടന്ന് ബഹളം വെക്കില്ലേ? ഞാനൊന്ന് ഫോക്കസ് ചെയ്യട്ടെ. ടോമിക്ക് മുട്ടാൻ നിന്നുകൂടെ? നീ ശരിയായിട്ട് നിൽക്കാതെ എങ്ങനെയാ ഫോക്കസ് ചെയ്യാ? ലിസി എന്ത് പറഞ്ഞാലും എനിക്ക് വഴക്കൊന്നുമില്ല കേട്ടോ. ആ, റെഡി? എടി രാണി, നിനക്കൊരു കാഴ്ച കാണണോ? വലിയ കാട്ടുമൃഗങ്ങളാണോ? അല്ല, ഇത് വീട്ടുമൃഗങ്ങളാ. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, പിന്നെ നോക്കാം. ദേ, ആ ഭാഗത്തേക്ക് നോക്കി. നിങ്ങളുടെ പടത്തിലെ നായകനും നായികയാണല്ലോ അത്. അവര് അഭിനയം പഠിക്കായിരിക്കും. ആ ഒറ്റയ്ക്കിരുന്നുള്ള പഠിപ്പ് അപകടമാ. വാ, നമുക്കും അങ്ങോട്ടേയല്ല. എന്തിനാ ലിസി അവരെ നമ്മൾ ശല്യപ്പെടുത്തുന്നത്? എന്നാ ടോമി വരണ്ട, ഇവിടെ നിന്നോ. നീ വാടി. പ്രൊഡ്യൂസറുടെ മകളാണെന്ന് കരുതി എനിക്ക് അവളെ മണിയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഞാൻ എന്ത് മണിയടിച്ചെന്നാ രഞ്ജിനി പറയുന്നത്? അവളെപ്പോഴും മുരളിയുടെ അടുത്താണല്ലോ കൊഞ്ചു കൊഴിയാൻ വരുന്നത്. അതെന്താ? എനിക്കറിയില്ല. എന്തൊക്കെയാണ് ലിസി, എന്റെ കാലിൽ ഒരു മുള്ളുണ്ട്. ആ അലവലാദികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ നിസ്സാര കാര്യത്തിനൊക്കെ രഞ്ജിനി ചൂടാകുന്നതിനാ. ഞാനിനി ഒന്നും മിണ്ടുന്നില്ല, പോരെ. ഇവൾക്ക് മുരളിയുടെ കൂടി നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന്. വരും മുരളി, വരുന്ന്. ചെന്ന് നിക്കടി. നീ എന്തെങ്കിലും അകന്നിരിക്കുന്നത്? മുരളിയുടെ അകത്ത് മുള്ളൊന്നുമില്ല. മുട്ടി നിൽക്ക. ഓക്കെ, ഇനി ഞാൻ നിൽക്കാം, നീ എടുക്ക. ഇങ്ങോട്ട് നോക്ക്. ലിസി, ഞാനൊന്നും ഇവിടെ നിന്നോട്ടെ. വേണ്ട, അങ്ങോട്ട് മാറി നിൽക്ക. ഒന്ന് വേഗം എടുക്കടി. ആ ഹീറോയിന് ഇതൊക്കെ ഇഷ്ടപ്പെടാതെ പോയിരിക്കുക. ഹീറോ ഇപ്പൊ പുറകെ ഓടും. ആ, റെഡി. ഓക്കെ, താങ്ക്സ്. എന്നാ ഞാൻ പറട്ടെ. ആ, വേഗം ചെല്ല്. അവിടെയൊക്കെ ആനയുള്ളതാ. നിന്റെ ഇൻസൾട്ടിങ്ങേ ശരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇത് അറിഞ്ഞപ്പോ ഞാൻ വളരെ വേദനിച്ചു. ലതികയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ എന്തൊക്കെയോ പാഴ്വാക്കുകൾ അന്ന് പറഞ്ഞു. അന്നത്തെ എന്റെ വാക്കുകൾ ഇങ്ങനെ അറം പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ, പിന്നെ എനിക്ക് കുവൈറ്റ് ഒരു ജോലി ശരിയായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. വിവാഹം വലിയ മോടിയായിട്ടൊന്നും നടത്തണ്ട, രജിസ്റ്റർ ചെയ്താൽ മതി. എനിക്ക് ഇനിയൊരു വിവാഹം വേണ്ട സുധി. പക്ഷേ എനിക്ക് നിന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. എന്നെ വിടുന്നുണ്ടോ? വിടാൻ. എടീ, വേണ്ടി വന്നാൽ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്തോണ്ട് പോകും. കാണണോ? എന്നെ ഇനിയും ഒരു കൊലയാളിയാക്കി മാറ്റരുത്. നാളെ ഞാനിവിടെ വരുമ്പോ നിന്റെ തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം.
അസുഖമായി കിടക്കുന്ന കൂട്ടുകാരനെ കാണാനെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണ്ടേ? നേരെ ഒത്തിരിയായി. വീട്ടിൽ ചെല്ലുമ്പോ അച്ഛൻ വഴക്ക് പറയും. അതിന് ഞാൻ അന്യനൊന്നും അല്ലല്ലോ. അല്പം കഴിക്കുന്നോ? സുധി തമാശകളാ. ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകും, പറഞ്ഞേക്കാം. എടാ സുധീരെ, ഇതൊന്ന് തീർത്തിട്ടാവാം സംസാരമൊക്കെ. പെട്ടെന്ന് വാ. അവൻ അസൂയ. അതൊന്ന് തീർത്തിട്ട് വരാം. എടാ, എല്ലാം ഇതിൽ ഒഴിച്ചെന്തിനാ? നിനക്ക് വേണ്ടേ? ഇനി ഒരു തുള്ളി പോലും കുടിക്കരുതെന്ന ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഇത് മുഴുവൻ കഴിച്ച ഞാൻ ഓവറാവും. ആയിക്കോട്ടെ, നിന്നെ താങ്ങിക്കൊണ്ടു പോവാൻ മുറപ്പെണ്ണ് കൂടെയില്ലേ, പിന്നെന്താ? എടാ, മദ്യത്തെ എങ്ങനെ വെറുപ്പോടെ നോക്കരുത്. ഒടുവിൽ അതിന് തെണ്ടേണ്ടി വരും. നിന്റെ ഒടുക്കത്തെ ഒരു ഫിലോസഫി. കഴിച്ചതിന്റെ എല്ലാ സുഖവും പോയി. സുധി, എന്താ ഇതൊക്കെ? പേടിക്കാനൊന്നുമില്ല, അല്പം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. എന്താ ഇത്? വെറുതെ ഒരു തമാശക്ക്. നിങ്ങൾ പുറത്തു പോകുന്നുണ്ടോ? അതെങ്ങനെയാ? ഉടനെ പോവാൻ പറഞ്ഞ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. ഇവിടെ ഒരാളും വരില്ല. ഈ വീട്ടിലൊരു കൊലപാതകം നടന്നാൽ പോലും ഈ രാജ്യത്ത് ഒരുത്തിനും അറിയില്ല. സുധി, സുധി, എഴുന്നേക്ക് സുധി, സുധി. ഞാനിപ്പോ വരാം. ഇത് നാടല്ല, കാടാണ്. രണ്ടുപേരും എന്നിങ്ങനെ കുഴഞ്ഞാടി നടന്നാലേ ആരെങ്കിലും തല്ലിക്കൊന്ന് കൊക്കയിലെറിയും, പറഞ്ഞേക്കാം. ആ പാവത്തിനെ അവൾ നശിപ്പിക്കുന്ന തോന്നണേ. എനിക്ക് ലിസിയോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് തന്റെ ഒരു കാര്യം കേക്കണ്ട. ടോമി വാ, അവൾ അങ്ങനെയൊക്കെ പറയും. റാണി പോയിക്കും.
ഞാൻ തനിയെ വന്നോളാം. എന്നാ ഞാനും പോകുന്നില്ല.